ഈ വഴിക്കൊക്കെ മുമ്പ് എപ്പോഴും വന്ന പോലൊരു തോന്നൽ. ഇനി തേജാവോ ആയിരിക്കുമോ? അതല്ല, ഒന്നും കൂടി ക്ലിയർ ആവില്ല. അതെ, നോക്കൂ. എന്താ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇത് ഏതാ സ്ഥലം? ഇത് കിഴക്കനാട്. ഓ, വിരോധമില്ലെങ്കിൽ ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. നിങ്ങളുടെ 2 ഫോട്ടോ എടുത്തോട്ടെ. നിങ്ങൾ സുരേഷ് ദ ക്യൂട്ട് ബോയ് അല്ലേ? ചേട്ടനെ ഞാൻ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് കുട്ടിയെ ഇവിടെ കണ്ടുപോലൊരു തോന്നൽ. ചേട്ടൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ വരണേ? അതെ, ഇവിടെ ആദ്യമായിട്ടാണ് വരണേ. പക്ഷെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ എവിടേക്കോ കണ്ട പോലൊരു തോന്നൽ. അയ്യോ, ഇയാൾ ഇവിടെ വന്നോ? Who's the guy? അയാളാരാ? ഇയാളെ ഞാൻ എവിടെ കണ്ട പോലെ ഉണ്ട്. അതൊരു വായി നോക്കി. അയാളുടെ ശല്യം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. അതാണോ കാര്യം? പേടിക്കണ്ട, അവന്റെ ശല്യം ഇന്ന് ഞാൻ തീർത്തു തരാം. അയ്യോ വേണ്ട. എന്തു പറ്റി ചേട്ടാ? ഒന്നുമില്ല. കുത്തല്ലേ, ഒരു മിനിറ്റ്, കുത്താൻ വരട്ടെ. നിക്ക്, ഒന്ന് ആലോചിക്കട്ടെ. കൃത്യനിഷ്ഠയിൽ പളങ്കിതനായ ശശിക്കുറുപ്പ് വരാൻ വൈകിയതെന്തിന്ന് ചൊല്ലിൻ. എന്ത് ചൊല്ലാൻ? ആ കുതിര എന്നെ കൊണ്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ കടിഞ്ഞാണിനൊരു ചെറിയ തകരാറ്, അത് എന്നെ കൊണ്ട് 2 കാത അകലെ കൊണ്ട് ഇറക്കി. എന്നിട്ട് എങ്ങോട്ട് ഓടിപ്പോയി പരട്ട കുതിര. അത് പോട്ടെ, എന്തായി ശശിക്കുറുപ്പേ നമ്മുടെ കല്യാണക്കാര്യം? കല്യാണമല്ല, മംഗലം എന്ന് ചൊല്ലിൻ. കിഴക്ക് നാട്ടിലേക്ക് ആളെ ചൊല്ലി അയക്കട്ടെ കുഞ്ഞുലക്ഷ്മി. പറയുന്നത് ചെവിക്കൊള്ളണം ശശിക്കുറുപ്പേ. ആ കോമക്കുറുപ്പിനെ കൊണ്ടുള്ള ശല്യം നാൾക്ക് നാൾ ഏറി വരും. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മതി മംഗലം. എന്ത് പറ്റിയെന്ന് ചൊല്ലിൻ കുഞ്ഞുലക്ഷ്മി? പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായിരിക്കുന്നു. കുളക്കടവിലും കളരിപ്പറമ്പിലും ശല്യം സഹിക്കവയ്യാതായിരിക്കുന്നു. എവിടെയവൻ? അവന്റെ തല കൊയ്യാൻ എനിക്ക് തിടുക്കമായി. അതാ നിന്ന് വായി നോക്കുന്നു കോഴിക്കുറുപ്പ്. കോഴിക്കുറുപ്പേ, കോമക്കുറുപ്പേ.